വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പിന്നെയും ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഒരു തിരിച്ചൊരു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തും കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഫുള്ളി കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ഒരു ഫുള്ളി ലിഫ്റ്റഡ് ഹിമാലയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രണ്ടും ബാക്കും ഏകദേശം 3 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5.8 അടി ഫീറ്റിന് മുകളിലേക്കുള്ളവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു വണ്ടി കസ്റ്റമൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് മുന്നേയും ഈ ഒരു വണ്ടിയുടെ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും വണ്ടി കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം നല്ല ഹൈറ്റ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഓഫ് റോഡ് കംഫർട്ടബിൾ കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും. ഒരു കാട്ടുപോത്ത് എണീറ്റ് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ നേരിട്ട് ഈ ഒരു വണ്ടി കാണുന്നത്. ഏകദേശം എൻ്റെ ഈ ഒരു ഹൈറ്റിൽ വണ്ടിയുടെ ഹാൻഡിൽ ബാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് ഏകദേശം എൻ്റെ ഷോൾഡറിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഹൈറ്റ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കസ്റ്റമൈസ്ഡ് ടവർ കാണാൻ പറ്റും. ഏകദേശം ഒരു റാലി ടവർ വരുമ്പോഴത്തേക്കും നമുക്കറിയാം മാർക്കറ്റ് വരുമ്പോഴത്തേക്കും എബൌട്ട് 1000 റേറ്റിലേക്കാണ് ഒരു റാലി ടവർ നമുക്ക് ഹിമാലയൻ്റെയൊക്കെ മേടിക്കുന്നത് വരുന്നത്. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ടവറാണ്. ഇതിൻ്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയാനാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം. ഇപ്പോൾ കുറച്ചുകൂടി ക്ലോസ് വന്നിട്ട് ലൈറ്റ് ഒക്കെ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു ഭീകര ലുക്കാട്ടോ. ഫ്രണ്ടിൽ നിന്ന് ഒരു റെഡ് ലൈറ്റും അതുപോലെ തന്നെ 2 ചെറിയ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓണർ ഒരു കട്ട വണ്ടി ഫാൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ പുള്ളിയുടെ ബുദ്ധിയിൽ മെനഞ്ഞെടുത്ത ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേ പോയ സമയത്ത് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന എക്സ്പെഡീഷൻ ക്യാരിയർ ഉണ്ട് നമുക്ക് ടോപ്പ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ക്യാരിയറാണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് റാലി ടവറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു സൈഡ് കാര്യങ്ങളെല്ലാം വരുന്നത് ആ ഒരു ക്യാരിയർ കട്ട് ചെയ്ത് പുള്ളി സ്വന്തമായിട്ട് മേക്ക് ചെയ്തെടുത്തൊരു കസ്റ്റം ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള വണ്ടിയാണിത്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഗാർഡ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഇത് വരുമ്പോൾ ആർസിയുടെ ഹെഡ്ലൈറ്റ് ഗാർഡാണ്. അതും പുള്ളി കട്ട് ചെയ്തിട്ട് ഒരു ഗാർഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 2 സ്പോട്ട് ലൈറ്റ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും ഫ്ലാഷറൊക്കെ ആയിട്ട് കൊടുക്കുന്ന 2 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു HJGയുടെ ഔട്ട് DRL വരുന്ന ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. വണ്ടിയുടെ ലുക്കാണ് കുറച്ചും കൂടെ മാറുന്നത്. പിന്നെ ഒരു കസ്റ്റം വൈസർ പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3500 രൂപ റേഞ്ചിൽ താഴെ മാത്രമാണ് സാധനങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഈ ഒരു വണ്ടിയിൽ ഫ്രണ്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഏകദേശം 12,000 മുകളിൽ വരുന്ന ഒരു സാധനമാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്കാക്കി വണ്ടിയുടെ ഫുള്ള് ലുക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴും ഈ ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഫ്ലാഷർ കാര്യങ്ങളാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല ബെറ്ററുള്ളൊരു സാധനമാണ്. കുറച്ചും കൂടെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ പർപ്പസ് ഇൻഡിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതോടൊപ്പം തന്നെ വണ്ടിക്ക് കുറച്ചും കൂടെ സൈസ് ബാക്കി വണ്ടിയുടെ ആക്സസറീസ് എല്ലാം കുറച്ചും കൂടെ ചെറുതായതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നോർമൽ ഹാൻഡിൽ ബാസും അതുപോലെ തന്നെ ബാറിൻ്റെ മിറേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേഷൻ വണ്ടിയുടെ ടാങ്കും അതുപോലെ തന്നെ സസ്പെൻഷൻ 2 ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ലൊരു ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പില്ലർ വെച്ചിട്ട് നമ്മൾ ഓഫ് റോഡ് അടിച്ചാൽ പോലും വണ്ടിക്ക് വലിയതായിട്ട് അടി തട്ടുമെന്നുള്ള കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇന്ത്യയിൽ കൂടെ കയറി പോകാനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട്. പുള്ളി ആ മാതിരി ഹൈറ്റുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പില്ലർ വെച്ച് പോകാനാണെങ്കിലും കംഫർട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം റോഡ് പർപ്പസ് എല്ലാം പോകുന്നൊരു വണ്ടി തന്നെയാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടാങ്ക് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച് നമ്മൾ വണ്ടി ഫ്രണ്ട് സസ്പെൻഷനും ബാക്കും പൊക്കിയിട്ടുണ്ട്, ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഏകദേശം മൊത്തം ഈ പരിപാടി സസ്പെൻഷൻ കിറ്റ് ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് ഉൾപ്പെടെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം വന്ന കോസ്റ്റ് 10,000 രൂപ മാത്രമാണ്. അതിൻ്റെ സ്പെയറും അതുപോലെ തന്നെ മേക്കിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ ഒരു റേറ്റാണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു കസ്റ്റം ടെയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് കാണാൻ ഹിമാലയൻ്റെ വരുമ്പോഴത്തേക്കും നോർമൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ലെവലിൽ ഇത്രയും ഒരു ഹൈറ്റ് നമുക്കല്ലെങ്കിൽ ഇത്രയും ലിഫ്റ്റ് ചെയ്തൊരു വണ്ടിയുടെ ഒരു എഫക്റ്റ് നമുക്ക് പുറത്തുനിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മഡ് ഫ്ലാപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെയിൽ ലൈറ്റ് നമ്പർ പ്ലേറ്റ് വയ്ക്കുന്ന ആ ഒരു ഫ്രെയിം കുറച്ചും കൂടെ ഒരു ഡ്യൂക്കിൻ്റെ ഒക്കെ വരുന്ന രീതിയിൽ കുറച്ചും കൂടെ ഇങ്ങനെ ചേർത്തല്ല കൊടുക്കുന്നത്. ഡയറക്റ്റ് വരുന്ന രീതിയിലല്ലാണ്ട് കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ തോന്നുന്ന രീതി. അതുകൊണ്ട് യാതൊരു വിധത്തിൽ നമ്പർ പ്ലേറ്റ് ഹൈഡ് ആക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പ്യൂറായിട്ടുള്ള വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം കിട്ടുന്നതിനോടൊപ്പം തന്നെ വണ്ടിക്ക് കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ റോഡ് പ്രസൻസിൽ കുറച്ചും കൂടെ അത് എന്താ പറയുക കുറച്ചും കൂടെ അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ പവറേജിൻ്റെ ഒരു എക്സോസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്. ഒരു 5.8 ഫീറ്റിന് മുകളിലേക്കുള്ള ഒരാൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന തരത്തിലാണ്. കാര്യം നമ്മൾ ഇത്രയും വണ്ടി കസ്റ്റം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും
ഓരോ ഷോയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ച് ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഹൈറ്റുള്ള ആളുകൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പില്ലണ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓഫ് റോഡും ഓൺ റോഡിലും ഒരേ തരത്തിൽ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞൊരു കാര്യം 5.8 ആ ഒരു ഹൈറ്റ് മെൻഷൻ ചെയ്യാൻ കാരണം അതിന് മുകളിലേക്ക് വരുന്നവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഇത്രയും ഹൈറ്റ് വന്നു കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് മെയിൻ എടുത്ത് പറയേണ്ട ഭാഗങ്ങളും കാര്യങ്ങളും. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ നമ്മൾ കസ്റ്റം വരുത്തിയുള്ള മാറ്റങ്ങളും കാര്യങ്ങളും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്യുന്നതിനേക്കാൾ പെയിൻറ്റ് ജോബ് ഫുള്ളും ഗ്ലോസി ബ്ലാക്കിലേക്ക് ആക്കി ഫ്രണ്ട് ടയർ മാത്രം ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ കസ്റ്റമർക്ക് കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ലിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ പുള്ളിയുടെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാം, നിങ്ങൾക്ക് പുള്ളിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ സീ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.